ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൈവസന്നിധിയിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന ഏറ്റവും മഹത്തായ ഒരു ഫലത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണല്ലോ, സൗമ്യത എന്ന ഫലത്തെക്കുറിച്ച്. വിശുദ്ധ പൗലോസ്ലീഹ കോരിന്ത്യരെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയോടും ശാന്തതയുടെ പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഏതാനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്തായിരിക്കുമ്പോൾ വിനീതൻ. വിശുദ്ധ പൗലോസ്ലീഹയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. ഓരോ സഭയിലെ മക്കളുടെയും അടുത്തേക്ക് വരുമ്പോൾ, നിങ്ങളുടെ അടുത്തായിരിക്കുമ്പോൾ ഞാൻ വിനീതനാണ് നിങ്ങളുടെ മുമ്പിൽ. ഇരട്ട പൗരത്വമുണ്ടായിരുന്ന പണ്ഡിതനായ പൗലോസ്ലീഹയാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്തായിരിക്കുമ്പോൾ ഞാൻ വിനീതനാണ്. എന്നാൽ നിങ്ങളിൽ നിന്ന് ഞാൻ അകലുമ്പോൾ ഒരു തൻ്റേടമുണ്ട് എനിക്ക്, ഞാനൊരു തൻ്റേടിയാണ്. തുടർന്ന് പറയണം, എന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയോടെ, കണ്ടോ, ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ ക്രിസ്തുവിൻ്റെ സൗമ്യത ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര തന്നെ സൗമ്യമായ പെരുമാറ്റമാണ്, ശാന്തമായ പെരുമാറ്റമാണ്, സൗമ്യമായ പെരുമാറ്റമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടോ? നമ്മളിൽ നിന്നും ഈ സൗമ്യതയാകുന്ന ആ ഫലം പുറത്തേക്ക് ഒഴുകുന്നുണ്ടോ? മറ്റുള്ളവർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മളെക്കുറിച്ച് ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സൗമ്യതയോടുകൂടെ. ക്രിസ്തു സൗമ്യതയുള്ള വ്യക്തിയായിരുന്നു. 100% മനുഷ്യനും 100% ദൈവവുമായിരുന്ന ക്രിസ്തു സൗമ്യതയോടുകൂടെ ജനങ്ങളുടെ അടുത്ത് ഇടപഴകുന്നു. ശിഷ്യന്മാരോടും സൗമ്യതയോടുകൂടെ പെരുമാറുന്നു. ആ പരിശുദ്ധാത്മാ എന്തുകൊണ്ടാണ് അങ്ങനെ ക്രിസ്തുവിന് പെരുമാറാൻ സാധ്യത? 100% മാനുഷികതയുണ്ടായിരുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ആ 100% മാനുഷികതയുണ്ടായിരുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സൗമ്യത ഒഴുകിയെത്തിയത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു ക്രിസ്തു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ സൗമ്യത ഉണ്ടായിരുന്നു. ആ യേശുവിന് പിതാവായ ദൈവം കൊടുത്ത അതേ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തിരുസഭയിലൂടെ, കൂദാശകളിലൂടെ, തിരുവചനത്തിലൂടെയൊക്കെ നമുക്ക് നൽകിയത്. ആ പരിശുദ്ധാത്മാവുമായിട്ട് എനിക്കുള്ള ബന്ധം എത്രമാത്രമുണ്ട്. ഇവിടെ അടുത്തായിരിക്കുമ്പോൾ വിനീതനായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ച് നോക്കണമേ. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ സഭയിലെ മക്കളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു വിനീതനായിട്ട് കടന്നു വരുന്നു. ഇന്ന് സഭയിലെ അംഗമായി മാറ്റപ്പെട്ട, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട, ക്രിസ്തു തന്നെയാകുന്ന സഭയും ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട നാം ഓരോരുത്തരും നമ്മളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ സൗമ്യത നമ്മളിൽ നിന്ന് ഒഴുകാറുണ്ടോ? ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. എന്നിട്ട് പറയുകയാണ്, ശാന്തതയുടെ പേരിൽ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ശാന്തതയോടുകൂടെ. ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട്. അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. കണ്ടോ, പൗലോസ്ലീഹയൊക്കെ ജഡികന്മാരായിട്ട് കാണുന്ന വ്യക്തികളുണ്ട് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു.
പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഏതു തരത്തിലുള്ള എത്ര നല്ല ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തിയായിക്കോട്ടെ, മറ്റ് പലരുടെ വ്യക്തികളുടെയും കൺമുമ്പിൽ പലരും ജഡികന്മാരായിട്ടായിരിക്കാം ഒരുപക്ഷെ അവരെ കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ഏത് മനോഭാവത്തോടു കൂടി കാണുന്നു? ഒരു ആത്മീയ മനുഷ്യനെ എപ്പോഴും ആത്മീയ മനുഷ്യനായി കാണുവാനും മറ്റുള്ളവരോട് സൗമ്യതയോടെ നമ്മൾ പെരുമാറുവാനും തുടങ്ങുമ്പോൾ മാത്രമാണ്, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിനു മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിനു മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറേണ്ടതിന് പകരം ദൈവത്തിനു മുമ്പിൽ കൃപ നഷ്ടപ്പെട്ടവരായി, ആ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ഫലമാകുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന സൗമ്യതയോടുകൂടെ മറ്റുള്ളവരോട് പെരുമാറുകയും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കുന്ന വ്യക്തികളായി നാം ഓരോരുത്തരും മാറ്റപ്പെടുകയാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് സൗമ്യതയാകുന്ന ഫലത്താൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടുവാൻ നമുക്ക് ഈശോയുടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ വചനം ഞങ്ങൾ ഓർക്കുന്നു. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെ ഇടിയും. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് ഞങ്ങൾ അടുക്കുമ്പോൾ ഒന്ന് വിനീതനായി സൗമ്യതയോടുകൂടി സഹശുശ്രൂഷകരുടെയും അതോടൊപ്പം കുടുംബത്തിലും കൂട്ടായ്മയിലുമുള്ള ഓരോ വ്യക്തികളുടെയും അടുത്ത്, സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെയും അടുത്ത് സൗമ്യതയോടുകൂടെ പെരുമാറുവാനും സംസാരിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവായി ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.